സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതിയായ ബോൺസൺ മാവുങ്കലിന്റെ പക്കൽ നിന്നും പോലീസ് ഉദ്യോഗസ്ഥൻ നിയമവിരുദ്ധമായി പണം വാങ്ങിയെന്ന സ്ഥിരീകരണവുമായി ആഭ്യന്തര വകുപ്പ്. ഉദ്യോഗസ്ഥന്റേത് സ്വഭാവദൂഷ്യവും അച്ചടക്ക ലംഘനവുമാണെന്ന് കണ്ടെത്തൽ. ഉദ്യോഗസ്ഥനെതിരെ സംസ്ഥാന പോലീസ് മേധാവി സ്വീകരിച്ച അച്ചടക്ക നടപടി ശരിയാണെന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ വിലയിരുത്തൽ. 5 വർഷം മുൻപാണ് സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതിയായ മോൺസൺ മാവുങ്കലിൽ നിന്ന് അന്ന് കൊച്ചി മെട്രോ പോലീസ് സ്റ്റേഷനിൽ സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന അനന്തലാൽ 1 ലക്ഷം രൂപ അക്കൌണ്ടിൽ വാങ്ങുന്നത്. തുടർന്ന് പോലീസ് നടത്തിയ ആഭ്യന്തര അന്വേഷണത്തിൽ പണം വാങ്ങൽ നിയമവിരുദ്ധമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് സംസ്ഥാന പോലീസ് മേധാവി അനന്തലാലിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചിരുന്നു. എന്നാൽ താൻ കടം വാങ്ങിയ പണമാണിതെന്ന് വാദിച്ച അനന്തലാൽ നൽകിയ പുനഃപരിശോധനാ ഹർജി തള്ളിക്കൊണ്ട് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത് പോലീസിന്റെ യശസ്സിനെ തന്നെ കളങ്കം വരുത്തുന്ന നടപടിയാണിതെന്നാണ്. മോൺസൺ മാവുങ്കലിന്റെ വീടിരുന്ന പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിൽ അനന്തലാൽ ഇതേവരെ ജോലി ചെയ്തിട്ടില്ല. പക്ഷേ നിരന്തര സാമ്പത്തിക കുറ്റകൃത്യം നടത്തുന്ന ഒരു വ്യക്തി പോലീസ് ഉദ്യോഗസ്ഥന് ഇത്രയധികം പണം നൽകുന്നത് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പദവി കൊണ്ടായിരിക്കാമെന്ന നിഗമനത്തിലാണ് ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥനെ സ്വാധീനിക്കാൻ ശേഷിയുള്ള സ്വകാര്യ വ്യക്തിയിൽ നിന്ന് പണം വാങ്ങിയത് നീതി നിർവഹണത്തിന് തടസ്സമാകുന്നതാണ്. സ്വഭാവദൂഷ്യവും അച്ചടക്ക ലംഘനവുമാണ്. ഈ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അനന്തലാൽ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന നിഗമനത്തിലേക്ക് ആഭ്യന്തര വകുപ്പ് എത്തിയത്. ഇതോടെ അനന്തലാലിന്റെ 3 വർഷത്തെ വാർഷിക ശമ്പള വർധനവ് തടഞ്ഞുകൊണ്ടുള്ള അച്ചടക്ക നടപടി നിലനിൽക്കും. ന്യൂസ് 18 തിരുവനന്തപുരം.